നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഫിസിക്സ് ആൻഡ് മാത്സ് ക്ലാസ് റൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ച നടക്കുന്ന +1 എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സാണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി നിങ്ങൾക്കൊരു ഫുൾ കവറേജ് നൽകുക. ഓക്കെ, ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ. ഇവിടുത്തെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒന്ന്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ എന്താ, വെക്ടേഴ്സ് എന്താ. സെക്കൻഡ്, നമുക്ക് ഇവിടെ നോക്കേണ്ടത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. പ്രൊജക്റ്റൈൽ മോഷൻ കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കിംഗ് സ്കീം ചോദിച്ചു കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത് കേട്ടോ. 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. അപ്പം ടോട്ടൽ 8 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ആയത് കേട്ടോ. അപ്പോൾ 8 മാർക്കിനോളം ചോദിച്ചിട്ടേക്കുന്ന ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നോക്കാം. ഒന്ന്, സ്കേലാറും വെക്ടറും കേട്ടോ. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് സ്കേലാർ ക്വാണ്ടിറ്റീസ്, വെക്ടർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, എന്താ സ്കേലാറും വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ ദാറ്റ് ക്വാണ്ടിറ്റീസ് നോൺ ആസ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. അപ്പം വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോഴോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അതുപോലെ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലോസ് ഓഫ് വെക്ടർ അഡീഷൻ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ട്രയാങ്കുലർ ലോ, പാരലോഗ്രാം ലോ. അപ്പോൾ ഇതെല്ലാം ഒബേ ചെയ്യുന്നതും ആയിരിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, അതിൻ്റെ ലോസ് ഓഫ് വെക്ടർ അഡീഷൻ, വെക്ടറിനെ ആഡ് ചെയ്യാനുള്ള ലോസുകളും ഒബേ ചെയ്യണം. അപ്പം ഇത്തരം ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. അപ്പം നിങ്ങൾക്കറിയാം എക്സാമ്പിൾസ്. സ്കേലാറിന് എക്സാമ്പിളുകൾ ഏതൊക്കെയാ? ഡിസ്റ്റൻസ്, പിന്നെ സ്പീഡ്, വർക്ക്, പവർ, എനർജി അല്ലേ, ലെങ്ത്, മാസ്, ടൈം. അതുപോലെ ഇലക്ട്രിക് കറണ്ട്. എന്തുകൊണ്ട് ഇലക്ട്രിക് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടത് വെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല? അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ അത് ലോസ് ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് കറണ്ടിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കറണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പം വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ടോർക്ക്. ഈ ഡയറക്ഷനുള്ള കാര്യങ്ങളെല്ലാം ഇതിന് എക്സാമ്പിളാണ്, വെക്ടർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അതിൽ നിന്ന് ഓർത്തിരുന്നോണം. അടുത്ത് നമുക്ക് പറയേണ്ടത് പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചാണ്. വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്റ്റൈൽ മോഷൻ? ആ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ്. മേപ്പോട്ട് നമ്മൾ എറിഞ്ഞു വിടുക വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി. ഒരു കല്ലെടുത്ത് മേപ്പോട്ട് എറിയുക, ഇനിഷ്യൽ വെലോസിറ്റി എറിയുന്നു. ആ കല്ല് പോകുന്നത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊജക്റ്റൈൽ മോഷൻ കേട്ടോ. അപ്പം പ്രൊജക്റ്റൈൽ മോഷൻ 1-2 കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒത്തിരി റിപ്പീറ്റ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സം ഇനിഷ്യൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ഒരു കല്ലെടുത്ത് എറിയുക. അപ്പം നോക്കണം, അത് ഹൊറിസോണ്ടലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. എങ്കിൽ ഈ വെലോസിറ്റി എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഈ കമ്പോണന്റും ഒന്ന് ഈ കമ്പോണന്റും. ഈ കമ്പോണന്റ് ഏതാ? തീറ്റയ്ക്ക് അടുത്തുള്ളത് ആ വെക്ടറിന്റെ കോസ് കമ്പോണന്റ്. ഇത് ആ വെക്ടറിന്റെ യുവിന്റെ സൈൻ കമ്പോണന്റ്. ഓർത്തണോ? അതിൽ ഓർക്കേണ്ട കാര്യം യു സൈൻ തീറ്റ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്താണ് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റ ഇതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ കമ്പോണന്റ് കേട്ടോ. വെർട്ടിക്കൽ വെലോസിറ്റി കമ്പോണന്റും ഇത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണന്റ്. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റും ഇത് വെർട്ടിക്കൽ കമ്പോണന്റും ആയിരിക്കും. ഇതിൽ വെർട്ടിക്കൽ കമ്പോണന്റ് മേപ്പോട്ട് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞു. എന്തുകൊണ്ടാ? ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഗ്രാവിറ്റി അങ്ങോട്ടായിട്ട് ചെയ്യുന്നത് താപ്പോട്ട, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അത് മൂവ് ചെയ്യുന്നത് മുകളിലോട്ട്. അപ്പം ഈ വെലോസിറ്റി കമ്പോണന്റ് കുറഞ്ഞു മാക്സിമം ഹൈറ്റ് ഇത് എന്തായിപ്പോൾ 0 ആയിപ്പോൾ. അതിനുശേഷം ഇത് വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓർത്തിരുന്നണം, ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി മോഷൻ കേട്ടോ. ഈ കമ്പോണന്റ് ആ മോഷനിൽ ത്രൂ ഔട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എവിടെ ചോദിച്ചാലും യു കോസ് തീറ്റ എന്ത് തന്നെ? യു കോസ് തീറ്റ തന്നെ ഓർത്ത് വെച്ചോണം. പലപ്പോഴും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അറ്റ് മാക്സിമം ഹൈറ്റ് വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് വെലോസിറ്റി?
അറ്റ് മാക്സിമം ഹൈറ്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ ആണ്. ഇനി ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്ര? യു കോസ് തീറ്റ ആണ്. ഇവിടുത്തെ എത്ര? യു കോസ് തീറ്റ. ഇവിടുത്തെ എത്ര? യു കോസ് തീറ്റ. എല്ലായിടത്തും യു കോസ് തീറ്റ ആണ് കേട്ടോ. ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ് ട്രജക്ടറി. ഇതിന്റെ ഷേപ്പ് എന്തോടെ? ഇതിന്റെ ഷേപ്പ് പരാബോളിക് ഷേപ്പാണ് കേട്ടോ. പരാബോളിക് ഷേപ്പാണ്. അതുപോലെ ഇവിടെ എവിടുത്തെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ചോദിച്ചാലും എങ്ങോട്ടായിരിക്കും? ഹിയർ ആക്സിലറേഷൻ ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇറ്റ് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. എവിടെ ചോദിച്ചാലും ആക്സിലറേഷൻ ഡയറക്ഷൻ എന്താ? താപ്പോട്ട കേട്ടോ. അപ്പൊ ബേസിക് ആയിട്ട് ഈ കാര്യം ഓർത്ത്. പിന്നെ ഇവിടെ ഓർക്കേണ്ട 3 കാര്യങ്ങൾ പക്ക പഠിച്ചുകൊണ്ട് പോകണം. 3 കാര്യങ്ങൾ: ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഡെറിവേഷൻ, മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഡെറിവേഷൻ. ഇത് 3ന്റെ ഡിറൈവ് ചെയ്യാനും പഠിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ ഇക്വേഷൻസും കാണാൻ പഠിക്കണം. കാര്യം ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. ഈ ജസ്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 3 കാര്യത്തിന്റെ ഡെറിവേഷൻ പക്ക പഠിച്ചു വെച്ചോണം. ഇല്ലെങ്കിൽ തുണ്ടെങ്കിൽ എഴുതി കൊണ്ടുപോകണം. കാരണം ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ: എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് into air from the point with a speed of 20 meter per second at an angle of projection 30 degree. What is the maximum height reached by it? ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്: എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് ഇൻടു എയർ ഫ്രം എ പോയിന്റ് വിത്ത് എ വെലോസിറ്റി. ആ പ്രൊജക്ട് ചെയ്യുന്ന വെലോസിറ്റി എത്ര? u is equal to 20 meter per second. At an angle of projection theta എത്ര? Theta is equal to 30 degree. What is the maximum height of the body? Maximum height കണക്കാക്കുക. ഹൈറ്റ് എക്സ്പ്രഷൻ എന്തോടെ? അപ്പോൾ ഒന്നുമില്ല, എല്ലാം തന്നിട്ടുണ്ട്. ആ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്തുവാ? h is equal to ഇക്വേഷൻ എന്താ? h is equal to u square sin square theta അല്ലേ? u square sin square theta by 2g. u square sin square theta divided by 2 into g. എല്ലാം ഉണ്ടേ. u തന്നിട്ടില്ലേ? u തന്നിട്ടുണ്ട്. sin square theta തന്നിട്ടുണ്ട്. g യുടെ വാല്യൂ നമ്മൾ എത്ര ആയിട്ട് എടുക്കണം? 9.8 meter per second square ആയിട്ട് എടുക്കണം കേട്ടോ. g യുടെ വാല്യൂ 9.8 meter per second square ആയിട്ട് എടുക്കണം. അപ്പോൾ u square sin square theta divided by 2g എന്തറിഞ്ഞാൽ കിട്ടും? ഇക്വേഷൻ അറിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്: ഐഡന്റിഫൈ ദി സ്കേലാർ ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ് ആൾട്ടർനേറ്റീവ്സ്. താഴെ തന്നിരിക്കുന്ന സ്കേലാർ ക്വാണ്ടിറ്റീസ് എഴുതുക. മൊമെന്റം, വർക്ക്, ടോർക്ക്, ആക്സിലറേഷൻ. മൊമെന്റം ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി, വർക്ക് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ടോർക്ക് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏതാ? വർക്കാണ് കേട്ടോ. വർക്ക്. അപ്പോൾ നോക്കിക്കോണേ. അടുത്ത ക്വസ്റ്റ്യൻ: എ മാൻ ത്രോസ് എ സ്റ്റോൺ അപ്പ് ഇൻടു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ. ഒരാൾ ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു. മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടലുമായി തീറ്റ ആംഗിൾ വരത്തക്ക രീതിയിൽ എറിഞ്ഞു. ഡ്രോ ദി പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ. അടിപൊളി. ആ പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈലിന്റെ ഫിഗർ വരയ്ക്കണം. ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻസ് ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്. അപ്പോൾ ഒരാളൊരു കല്ലെടുത്ത് എറിയുന്നു അല്ലേ? കല്ലെടുത്ത് എറിയുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കുന്നു. കല്ലെടുത്ത് എറിയുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. കല്ലെടുത്ത് എറിയുമ്പോൾ ഇങ്ങനെ പോകും അല്ലേ? വിത്ത് സം വെലോസിറ്റി അല്ലയോ? വിത്ത് സം വെലോസിറ്റി മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടലായിട്ട് തീറ്റ ആംഗിൾ. ഇതാണ് ഹൊറിസോണ്ടൽ തീറ്റ ആംഗിൾ മേക്ക് ചെയ്തേക്ക് രീതിയിൽ എറിഞ്ഞു ഇല്ലേ? അപ്പൊ ഈ വെലോസിറ്റി എനിക്ക് റിസോൾവ് ചെയ്യുന്ന സ്പ്ലിറ്റ് ചെയ്യാം. ഇത് യുവിന്റെ കോസ് കമ്പോണന്റ്, ഇത് യുവിന്റെ സൈൻ കമ്പോണന്റും ആയിരിക്കും. ഓക്കെ. ഇനി അവർ ചോദിച്ചേക്കുന്നത് എന്തുവാ? ഡ്രോ ദി പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ വരച്ചു. ആൻഡ് മാർക്ക് ദി ഡയറക്ഷൻസ് ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്. ഹയസ്റ്റ് പോയിന്റ് ഏതാ? ഈ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റിയുടെയും ആക്സിലറേഷന്റെ ഡയറക്ഷൻ വരയ്ക്കും. അപ്പൊ ഇവിടെ 2 വെലോസിറ്റി കമ്പോണന്റ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ വെലോസിറ്റി കമ്പോണന്റ് യു സൈൻ തീറ്റ ഇല്ലയോ? യു സൈൻ തീറ്റ മേപ്പോട്ട് എന്ത് ചെയ്യും? സ്പീഡ് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇതെന്തായി പോകും? 0 ആയിപ്പോകും. അപ്പൊ ഏത് കമ്പോണന്റ് ഇല്ല?
വെർട്ടിക്കൽ വെലോസിറ്റി കമ്പോണന്റ് ഇല്ല. ഇനി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാ? യു കോസ് തീറ്റ. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? അങ്ങോട്ട് കേട്ടോ. അപ്പൊ അതവിടെ ഉണ്ട്. അതിന്റെ വാല്യൂ എത്ര? യു കോസ് തീറ്റ തന്നെ. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ, അത് മാറത്തില്ല. അപ്പൊ അതിന്റെ കമ്പോണന്റ് ഇങ്ങോട്ട് വരും കേട്ടോ. ദിസ് ഈസ് വെലോസിറ്റി കമ്പോണന്റ്. ഏത് വെലോസിറ്റി? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കേട്ടോ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. ഇനി ആക്സിലറേഷൻ, ഇത് പ്രൊജക്ടൈൽ മോഷനാണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി എലോൺ. അപ്പം ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇതാണ് ആക്സിലറേഷന്റെ ഡയറക്ഷൻ. A is equal to acceleration due to gravity. താപോട്ട. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്, വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത ചോദിക്കുന്നത് ഡിറൈവ് an expression for the maximum height reached by the stone. Derive an expression for the maximum height reached by the stone. Maximum height, ഈ സ്റ്റോൺ ചെല്ലുന്ന മാക്സിമം ഹൈറ്റിന് ഒന്ന് ഡിറൈവ് ചെയ്യുക. മാക്സിമം ഹൈറ്റ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് നോക്കിയത്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാ? ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ് ഇല്ലയോ? ഇവിടുന്ന് ഇവിടം വരെ ചെല്ലുന്ന ദൂരം. അപ്പൊ എസ് എത്രയുടെ ഇവിടെ? എസ് എത്രയുടെ? ഞാൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാണ് എടുത്തത്? മാക്സിമം ഹൈറ്റ് എച്ച് ആയിട്ട് എടുത്തേക്കുന്നത്. എച്ച്. ചിലതിനകത്ത് എച്ച് എം എന്നിടും കേട്ടോ. മാക്സിമം ഹൈറ്റ് എച്ച് എം എന്നിടും. ഞാൻ എച്ച് എന്നും കിട്ടും. അപ്പൊ നമുക്ക് തന്നെ ഇവിടം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്യണം. അപ്പൊ ഏത് വെലോസിറ്റിയാ? മേപ്പോട്ട് വന്ന മോഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. മേപ്പോട്ട് വന്ന വെലോസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഏത് വെലോസിറ്റി? വെർട്ടിക്കൽ വെലോസിറ്റി കമ്പോണന്റ് കൺസിഡർ ചെയ്യണം. ഇനീഷ്യൽ വാല്യൂ എത്ര? യു സൈൻ തീറ്റ. ഇനീഷ്യൽ എത്ര? യു സൈൻ തീറ്റ. അപ്പൊ ദാറ്റ് ഈസ് യു കേട്ടോ. ഇനീഷ്യൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. ഇവിടെ എത്തുമ്പോൾ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ ഇതെന്തായി പോകും? ഇത് 0 ആയി പോകും. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്ര? ഫൈനൽ വെലോസിറ്റി v is equal to 0. എന്തുകൊണ്ടാണ്? അതിന്റെ മാക്സിമം ഹൈറ്റിൽ ഇതിന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. What is the value of g? What is the value of g? Acceleration due to gravity. g യുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും ഇല്ലയോ? ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷന്റെ വാല്യൂ പറയാം. ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബോഡി ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള മോഷനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബോഡി എങ്ങോട്ടാ പോകുന്നത്? അപ്വേർഡ് ഡയറക്ഷനില്ല. അപ്വേർഡ് ഡയറക്ഷനില്ല. ഗ്രാവിറ്റി എങ്ങോട്ട്? താപ്പോട്ട്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മുകളിലോട്ട് സഞ്ചരിക്കുന്നത്. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്തോണ്ടിരിക്കുക? വെലോസിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡിക്രീസ് ചെയ്ത് ഇവിടെ വരുമ്പോൾ എന്തോ വെലോസിറ്റി 0 ആവും. അപ്പൊ അവിടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുക. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? റിട്ടാർഡേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡീസിലറേഷൻ ആയിരിക്കും. സോ ഞാൻ എന്തെടുത്തേ? a is equal to -g. നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? ഈ എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ, എസ് ഉള്ള ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ v square is equal to u square plus 2as കേട്ടോ. അല്ലെങ്കിൽ s is equal to ut plus half at square വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കേണ്ടി വരും. നമുക്കൊന്നും വേണ്ട, ഇത് മതി. വി ഹാവ് v square is equal to u square plus 2as. വിയുടെ വാല്യൂ എന്തോടെ? 0 is equal to u ന്റെ വാല്യൂ എത്ര? u sin theta. u sin theta അതിന് എന്തുണ്ട്? ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എയുടെ വാല്യൂ -g ഇൻറ്റു എസ്. എസ് എന്ന് പറഞ്ഞാൽ എത്രയുടെ? ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് എച്ച് ആയിട്ട് എടുത്തേക്കുന്നത്. ഈ ടൈമിനെ ഞാൻ സമന്വരിപ്പുറം കൊണ്ടുവരും. അല്ലെങ്കിൽ എന്തോ 0 is equal to u sin theta ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ u സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റയുടെ ഹോൾ സ്ക്വയർ. സൈൻ തീറ്റയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈ മൈനസ് 2gh. നമുക്ക് വേണ്ടത് എന്താ? എച്ച് ആണ് വേണ്ടത്. നമുക്ക് വേണ്ടത് എച്ച് ആണ്. therefore അതിന് ഇത്രയും ടൈമിനെ സമത്തിന് ഇപ്പുറം കൊണ്ടുവരുവാണെങ്കിൽ 2gh equal to u square sin square theta. From this h is equal to u square sin square theta. u square sin square theta divided by 2g. ഇതങ്ങ് താഴെ പോകും. divided by 2g. This is the expression for maximum height of the projectile കേട്ടോ. h is equal to u square sin square theta divided by 2g. Okay, next question. So when a body is projected into air with a certain initial velocity, okay, making an angle theta with the horizontal, will it travel in a parabolic path? ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മേപ്പോട്ട് എറിഞ്ഞു with some initial velocity u and making an angle theta with the horizontal. അപ്പോൾ this particle follows a parabolic path. parabolic pathil എന്ത് ചെയ്ത്? ഫോളോ ചെയ്തു. എങ്കിൽ ഫസ്റ്റ് ചോദിക്കുന്നത് വാട്ട് ആർ ദി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം
വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഏതാ? ഇതാണ് വെർട്ടിക്കൽ. നമ്മൾ വെട്ടുന്നത് എങ്ങനെ? ഇങ്ങനെയാ വെട്ടുന്നത്, ഇല്ലയോ? അപ്പം വെർട്ടിക്കൽ കമ്പോണന്റ് ഏതാ? യു സൈൻ തീറ്റ. അങ്ങനെ ഓർത്താൽ മതി, വെട്ടുന്നത് ഇങ്ങനെ. അപ്പം യു സൈൻ തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാ? യു കോസ് തീറ്റ. അപ്പോൾ ആ ഫസ്റ്റിന്റെ ആൻസർ ഇട്ട് യു സൈൻ തീറ്റ ഹൊറിസോണ്ടലും യു കോസ് തീറ്റ അല്ല, യു സൈൻ തീറ്റ വെർട്ടിക്കൽ. ഇത് വെർട്ടിക്കൽ, ഇത് ഹൊറിസോണ്ടൽ കേട്ടോ. വിത്ത് എ ഡയഗ്രം ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ മാക്സിമം ഹൈറ്റിൻ്റെയും എന്ത് ചെയ്യണം? ഡെറിവേഷൻ ചെയ്യണം. അതിൽ മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ നമ്മളൊന്ന് ഡിറൈവ് ചെയ്യണം. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റിനെ ഡിറൈവ് ചെയ്യണം. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് കേട്ടോ. ടൈം ഓഫ് ഫ്ലൈറ്റ് റെപ്രസെൻറ്റഡ് ബൈ ടൈം ഓഫ് ഫ്ലൈറ്റ്. റെപ്രസെൻറ്റഡ് ബൈ ടൈം ഓഫ് ഫ്ലൈറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ടൈം ഓഫ് ഫ്ലൈറ്റ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ ഫ്ലൈറ്റ്. അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് എൻഡ് ചെയ്തു, ഇതിനിടയ്ക്കുള്ള ടൈം. അല്ലെങ്കിൽ ഇത് സ്പേസിൽ നിന്ന് ടൈം ഫോർ ഫ്ലൈറ്റ് കേട്ടോ. പറക്കാനെടുത്ത സമയം എന്നൊക്കെ നമുക്ക് പറയാം. ദാറ്റ് ഇസ് ടൈം ഓഫ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ രണ്ട് ടൈം ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, ടൈം ഓഫ് അസെൻഡും ടൈം ഓഫ് ഡിസെൻഡും. ടൈം ഓഫ് അസെൻഡ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റ് തൊട്ട് മാക്സിമം വരെയുള്ള ടൈമാണ് ടൈം ഓഫ് അസെൻഡ്. ഐ ടേക്ക് ദാറ്റ് ടൈം ഇസ് ടി. ആൻഡ് ടൈം ഓഫ് ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം ഹൈറ്റ് തൊട്ട് കണ്ടേ ഈ എൻഡിങ് പോയിന്റ് വരെയുള്ള ടൈമാണ് ഐ ടേക്ക് ഇറ്റ് ഈസ് ഓൾസോ ടി. കാര്യം എന്തുകൊണ്ടാണ്? ഫോർ എ പ്രൊജക്ടൈൽ മോഷൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈം ദാറ്റ് ഇസ് ടൈം ഓഫ് അസെൻഡും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈം ദാറ്റ് ഇസ് ടൈം ഓഫ് ഡിസെൻഡും സെയിം ആയിരിക്കും കേട്ടോ. അപ്പം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ വരാൻ എടുത്ത സമയം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈമാണ് ടൈം ഓഫ് അസെൻഡ്, അത് ടി ആയിട്ട് എടുത്തു. എങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈമാണ് ടൈം ഓഫ് ഡിസെൻഡ്, അത് എന്ത് തന്നെ ടി ആയിരിക്കും. കാര്യം ഒരു പ്രൊജക്ടൈൽ മോഷനിൽ ടൈം ഓഫ് അസെൻഡും ടൈം ഓഫ് ഡിസെൻഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ വാട്ട് ഇസ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ഇപ്പോൾ എനിക്ക് എഴുതാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് അസെൻഡ് പ്ലസ് ടൈം ഓഫ് ഡിസെൻഡ് ദാറ്റ് ഇസ് ടി പ്ലസ് ടി. എത്ര ടി ഉണ്ട്? 2t. ദാറ്റ് ഇസ് ടി എഫ്. ഇതിൽ നിന്ന് ടി എന്ന് കണ്ടുപിടിച്ചേ. ടി ഇസ് ഈക്വൽ ടു ടി എഫ് ബൈ 2 എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈമിനെ എടുക്കുന്നുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈമാണ് ഏതാ? ടി കേട്ടോ. അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇതാണ്ടേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എങ്ങോട്ടുള്ള മോഷനാ? വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. വാട്ട് ഇസ് ഇനിഷ്യൽ വെലോസിറ്റി? ഇനിഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കാം? ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ. ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റ. ഫൈനൽ വെലോസിറ്റി ഈ ടൈം ഇവിടെ എത്തുമ്പോൾ എന്തായിപ്പോ? 0 ആയിപ്പോ. വാട്ട് ഇസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന അപ്വേർഡ് മോഷൻ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മോഷൻ അല്ലയോ? അപ്പൊ അത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അലോൺ, ബട്ട് ഐ ടേക്ക് ഇറ്റ് ആസ് -g. എങ്കിൽ വി ഹാവ് ദ റിലേഷൻ v is equal to u plus at. ഇവിടെ v എന്താ? 0 is equal to u sin theta plus a അവിടെ -g into t അവിടെ tf by 2. ഈ മൈനസ് ടൈമിനെ സമതുലിപ്രം കൊണ്ടുവരുമ്പോൾ g into tf by 2 എന്തായിപ്പോ? മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആയിപ്പോ u sin theta. From this tf നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം ഓഫ് ഫ്ലൈറ്റ്. tf is equal to 2 അങ്ങ് മേളിൽ പോകും 2u sin theta divided by g. This is the expression for time of flight. 2u sin theta divided by g. 2u sin theta divided by g. This is the expression for time of flight. ആ വർഷം തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ത്രൂ എ വിൻഡോ ഓഫ് എ ട്രെയിൻ. ഒരു ട്രെയിനിന്റെ വിൻഡോയിൽ നിന്ന് ഞാനൊരു ബോഡി ഡ്രോപ്പ് ചെയ്തു. ആ ട്രെയിനിന്റെ പ്രത്യേകത എന്താ? ട്രെയിൻ ട്രാവലിംഗ് വിത്ത് ഹൈ വെലോസിറ്റി ട്രാവൽ ചെയ്യുന്ന ട്രെയിനാണ്. ടു എ മാൻ സ്റ്റാൻഡിങ് നിയർ ദി ട്രാക്ക്. ആ ട്രെയിൻ പോകുന്നു. അപ്പോൾ ആ ട്രാക്കിൻ്റെ അടുത്തിരിക്കുന്ന വെളിയിൽ ഒരുത്തൻ നിൽപ്പുണ്ട്. അവൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുക? ഞാനൊരു ബോഡി എടുത്ത് എറിഞ്ഞു കൊടുത്തു ട്രെയിനിൻ്റെ വിൻഡോയിലൂടെ. എങ്കിൽ ആ ബോൾ പോകുന്ന പാത്ത് എന്തായിരിക്കും? ആ ബോൾ പോകുന്ന പാത്ത് കൊണ്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, ഇല്ലയോ? ചോദിച്ചിരിക്കുന്ന ഫോൾ ഡൗൺ വെർട്ടിക്കലി ഇങ്ങനെ പോകുമോ? മൂവ് സ്ട്രേറ്റ് ഹൊറിസോണ്ടലി പോകുമോ? ഫോളോസ് ആൻ എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കുമോ പോകുന്നത്? ഫോളോസ് എ പാരാബോളിക് പാത്ത്. അപ്പോൾ എഴുതിക്കണം ദാറ്റ് ഇസ് മൂവ്സ് അണ്ടർ പാരാബോളിക് പാത്ത് കേട്ടോ. അത് പ്രൊജക്ടൈൽ മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ അത് പാരാബോളിക് പാത്തിലായിരിക്കും മൂവ് ചെയ്യുന്നത്.
എന്നാൽ അടുത്ത ചോദിക്കുന്നത് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ. വാട്ട്സ് എ ട്രജക്ടറി ഫോളോഡ് ബൈ? ആ ട്രജക്ടറിയുടെ ഫോളോ ചെയ്തേക്കുന്ന ഷേപ്പ് എന്താ? എലിപ്സ്, പരാബോള, സ്ട്രെയിറ്റ് ലൈൻ, സർക്കിൾ. അപ്പോൾ എഴുതിക്കണം അതെന്താണ്, അത് പരാബോളിക് എക്സാമ്പിൾ കേട്ടോ. പരാബോളിക് എക്സാമ്പിൾ, പരാബോള ആയിരിക്കും ആ ഷേപ്പ്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് പൊസസ്ഡ് ബൈ എ പ്രൊജക്റ്റ്. നമ്മൾ ചെയ്തിട്ടുണ്ട്, മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊജക്റ്റൈൽ ഇസ് എ പാർട്ടിക്കിൾ വിത്ത് വിച്ച് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഓക്കെ, വാട്ട് ഇസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? അതിന് ഡിറൈവ് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ എക്സ്പ്രഷൻ ചെയ്യണം. എന്നിട്ട് അവർ ചോദിക്കുന്നത് വാട്ട് ഇസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ വിച്ച് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഏത് ആംഗിളിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം അതിനകത്ത് വേണ്ടത് എന്താ? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ചെയ്ത മാക്സിമം റേഞ്ച് കേട്ടോ, റേഞ്ചിന്റെ എക്സ്പ്രഷൻ. റേഞ്ച്, വാട്ട് യു മീൻ ബൈ റേഞ്ച്? മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി പ്രൊജക്റ്റ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ് ഈ കല്ല് ഇവിടെ വന്ന് വീണു. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കേട്ടോ, ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണതാ റേഞ്ച് കേട്ടോ. അപ്പൊ വി ഹാവ് ദ റിലേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. ഫ്രം ദിസ് ഡിസ്റ്റൻസ് ആണ് എങ്ങനെയാ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഈ ഒരൊറ്റ ഇക്വേഷൻ ഓർത്തിട്ടാൽ മതി. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ്, ഐ ടേക്ക് ഇറ്റ് ആസ് റേഞ്ച്. റേഞ്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഹൊറിസോണ്ടൽ ഇല്ലയോ? അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്ര? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു എന്തുകൊണ്ട് ഹൊറിസോണ്ടൽ എടുത്തു? ഹൊറിസോണ്ടൽ മോഷൻ. ടൈം, ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്ന ടൈം അല്ലേ, ആ ടൈമിനെ വിളിക്കുന്ന പേരെന്തുവാ? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ ഇത്രയും ചെയ്താൽ മതി. ഹൊറിസോണ്ടൽ വെലോസിറ്റി ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിവൈഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈക്വൽ ടു വാട്ട് ഇസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി? u cos theta into what is time of flight? Time of flight expression the time of flight is 2u sin theta by g അല്ലേ. ഇവിടെ ഒരു u ഉണ്ട്, ഇവിടെ ഒരു u ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? u സ്ക്വയർ. റേഞ്ച് 6 ആണ്, u സ്ക്വയർ. ഇവിടെ ഒരു 2 ഉണ്ട്, sin theta ഉണ്ട്, 2 sin theta. ഇവിടെ ഒരു cos theta ഉണ്ട്, 2 sin theta cos theta divided by g. That is r is equal to u square into what is 2 sin theta cos theta? Trigonometric relation ആണ്. 2 sin theta cos theta എന്ന് പറഞ്ഞാൽ sin 2 theta whole divided by g കേട്ടോ. This is range കേട്ടോ. This is range. r is equal to u square sin 2 theta divided by g. ഇനി എന്റെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം റേഞ്ച് ആണെങ്കിൽ, അപ്പൊ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ എന്ത് വേണം? യു കോൺസ്റ്റന്റാ ഇല്ലയോ? ഇനിഷ്യൽ വെലോസിറ്റി കോൺസ്റ്റന്റാ, ജി കോൺസ്റ്റന്റാ. പിന്നെ വേരി ചെയ്യുന്ന ആരാ? സൈൻ 2 തീറ്റ. സൈൻ തീറ്റ വേരി ചെയ്യുന്നത്. സൈൻ എവിടെ തൊട്ട് എവിടെ വരെ? സൈൻ്റെ വേരിയേഷൻ -1നും +1നും ഇടയ്ക്കാം ഇല്ലയോ? അപ്പൊ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ സൈൻ തീറ്റയ്ക്ക് -1 കിട്ടണോ +1 കിട്ടണോ? സൈൻ തീറ്റയ്ക്ക് +1 കിട്ടണം. ഇവിടെ സൈൻ 2 തീറ്റ എന്തായിട്ട് വരണം? +1 ആയിരിക്കണം ഫോർ മാക്സിമം വാല്യൂ. പക്ഷെ നമുക്കറിയാം വി ഹാവ് ദ റിലേഷൻ സൈൻ 90 = 1 അല്ലേ. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ സൈൻ 2 തീറ്റ 1 ആവണം ഇവിടെ മാക്സിമം പറഞ്ഞെങ്കിൽ. പക്ഷെ നമുക്കറിയാം സൈൻ തീറ്റയാണ്, സൈൻ 90 ആണ് 1 എന്നറിയാം. അപ്പൊ നോക്കിയേ, ഇവിടെ 2 തീറ്റയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 2 തീറ്റയുടെ സ്ഥാനത്ത് 90. Therefore theta is equal to 90/2 = 45 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കണം? 45 ഡിഗ്രിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റേഞ്ചിലായിരിക്കും കേട്ടോ. അപ്പൊ വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ? r max is equal to u²/g കേട്ടോ. u²/g sin 2 തീറ്റ എന്നുള്ളത് എന്തായിപ്പോ? 1 ആയിപ്പോ കേട്ടോ. അപ്പൊ u²/g is the maximum value. മാക്സിമം പ്രൊജക്ടൈലിന് മാക്സിമം റേഞ്ച് വേണമെങ്കിൽ ആംഗിൾ എന്തായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വട്ടം ചോദിച്ചിട്ടുള്ളതാ 45 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ആ വർഷം തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ഓക്കെ. വീണ്ടും ചോദിച്ചിരിക്കുന്നത് എ സ്റ്റോൺ ഈസ് ത്രോൺ അപ്വേർഡ് ഫ്രം എ മൂവിങ് ട്രെയിൻ. ഓക്കെ. നെയിം ദി പാത്ത് ഫോളോഡ് ബൈ ദി സ്റ്റോൺ. എഴുതിക്കണം. പരാബോളിക് പാത്ത് ആയിരിക്കും കേട്ടോ. പരാബോളിക് പാത്താണ്. എ പാർട്ടിക്കിൾ ഇസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി യു ഇൻ ദി ഡയറക്ഷൻ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടലുമായി തീറ്റ വരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ വരുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് ഒരു കല്ലിനെ പ്രൊജക്റ്റ് ചെയ്തു എങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ മാക്സിമം ഹൈറ്റിൻ്റെയും എന്ത് കണക്കാക്കണം? ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം കേട്ടോ. ദെൻ ഡിറൈവ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച്. പിന്നെയും ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബാൾ വിത്ത് എ വെലോസിറ്റി യു അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ. നെയിം ദി പാത്ത് ഫോളോഡ് ബൈ ദി ബോൾ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്. വാട്ട് ആർ ദി ഹൊറിസോണ്ടൽ ആൻഡ് വെലോസിറ്റി കമ്പോണൻസ് ഓഫ് വെലോസിറ്റി. നമ്മൾ ചെയ്തതാണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദി ബോൾ. ഓക്കെ. അപ്പം ഏകദേശം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന പ്രോബ്ലംസ് ഒരു പ്രത്യേകമുള്ള പ്രോബ്ലം മാത്രം നോക്കിയോ. ബാക്കി എല്ലാം ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അപ്പോൾ ഇക്വേഷൻസ് കാണാതെ അറിയാമെങ്കിൽ ഇതങ്ങ് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്, ചാപ്റ്ററാണിത്. ഈ 3 ഡെറിവേഷൻസും അതിൻ്റെ ഇക്വേഷനും കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. സ്കെയിലാറും വെക്ടറിൽ ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും, ഇല്ലയോ? അപ്പോൾ അവിടെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. എന്താണ് സ്കെയിലാർ, വെക്ടർ അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിളുകൾ ആ ഒരു ലെവലിൽ മാത്രമേ ചോദിക്കൂ. അപ്പം പിന്നെ നോക്കേണ്ടത് ഈ സാധനങ്ങൾ കൃത്യമായി പ്രൊജക്റ്റൈൽ മോഷൻ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. എ സീലിംഗ് ഓഫ് എ ലോങ് ഹാൾ ഈസ് 25 മീറ്റർ ഹൈറ്റ്. ഒരു ലോങ് ഹാളിൻ്റെ സീലിംഗ് എത്രയുടെ? 25 മീറ്റർ ഹൈറ്റ് ആണ്. 25 മീറ്റർ ഹൈറ്റ് ആണ്. വാട്ട് ഇസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ദി ബോൾ ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ക്യാൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ് ദി സീലിംഗ് ഓഫ് ദി ബോൾ. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു 40 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കല്ലെടുത്തെറിഞ്ഞ് അതുകൊണ്ട് ഈ സീലിംഗ് തട്ടാതെ പോയി വീഴുവാണെങ്കിൽ വാട്ട് ഇസ് ദ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എറിഞ്ഞ വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട്? 40 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിഞ്ഞേക്കുന്നത്. 40 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാൽ ഇതിൽ തട്ടരുത്. അവൻ ജസ്റ്റ് ഇതിനകത്തോടെ എന്ത് ചെയ്യണം? പോകണം. തട്ടാതെ പോയി വീഴുവാണെങ്കിൽ വാട്ട് ഇസ് ദ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. R = ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇല്ലയോ? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്ര? ഹൈറ്റ് = 25 മീറ്റർ. അതുപോലെ വെലോസിറ്റി തന്നിട്ടുണ്ട്. U = 40 മീറ്റർ പെർ സെക്കൻഡ്. 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ജസ്റ്റ് നോക്കിയാൽ മതി. ഇതാ നമ്മുടെ ഇക്വേഷൻ. മാക്സിമം റേഞ്ച് കണ്ടുപിടിക്കേണ്ടത് U² sin 2θ/g. U ഉണ്ട്, തീറ്റ ഇല്ല, പക്ഷെ ജി നമുക്കറിയാം. ജി 9.8 അല്ലേ? G = 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ആ ജി ഉണ്ട്, പക്ഷെ എന്തില്ല? തീറ്റ ഇല്ല. പക്ഷെ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്. എങ്കിൽ ഹൈറ്റിന്റെ ഇക്വേഷൻ എന്തുകൊണ്ട് ഏതാണ്ട് H = U² sin θ/ 2g. H തന്നിട്ടുണ്ട്, U തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? sin² θ. sin² θ = 2hg/u². ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? sin θ. sin θ = √2gh/u². ഇതിൽ നിന്ന് θ = sin inverse of √2gh/u². അങ്ങനെ എന്ത് കിട്ടും? നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം. കാൽക്കുലേറ്റർ കൊണ്ടുപോകാമല്ലോ. അപ്പം കാൽക്കുലേറ്ററിൽ അടിച്ച് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആ തീറ്റയുടെ വാല്യൂ എടുത്ത് എവിടെ കൊടുക്കാം? ഇവിടെ കൊടുക്കാം. 2θ 2 × θ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചതിലും ഏറ്റവും പ്രധാനമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? ഏതാ? പ്രൊജക്റ്റൈൽ മോഷൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ അത് ഭംഗിയായിട്ട് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കൊരു 8 മാർക്ക് ആരോടും ചോദിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും പഠിക്കുക. ഇത് ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം. പക്ക ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ. ഓക്കെ, താങ്ക് യു.